ഹായ്, എല്ലാവർക്കും എയർ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരടിപൊളി ചിക്കൻ കറി തയ്യാറാക്കാം. ഈസി ആയിട്ട് നമുക്ക് ഒരു നല്ല ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് അവിടെ വെക്കാം. നമുക്ക് കുറച്ച് സമയം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ചേർത്ത് വെക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിവിടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് നന്നായി മൂടി വെച്ച് വേവിക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കണ്ടൂ. അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആകെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു, പക്ഷെ വെള്ളം വന്നിട്ട് നോക്കിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസും പിന്നെ 1 സ്പൂണ് സോയ സോസും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിന് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ചിക്കൻ വെന്തതിന് ശേഷം മാത്രം ചേർത്താൽ മതിയേ, അതിന് മുന്നേ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ഇവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കിട്ടിലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ടേസ്റ്റി ചിക്കൻ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. ഇതുവരെ സബ് ചെയ്യാത്തവരും സബ് ചെയ്യണേ.